ക്രിസ്മസ് തലേന്ന് ആകെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ലുലുവിൽ പോയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണെങ്കിൽ ഫുള്ള് ക്രിസ്മസ് വൈബിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊന്നും വലിയ കളക്ഷൻസ് ആയിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ സൈഡ് നമ്മൾ അങ്ങനെ അത്ര പോയില്ല. പിന്നെ അതിനുശേഷം നേരെ മാക്സിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഇതുപോലെ കുറച്ച് ക്യൂട്ട് ഐറ്റംസിനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആ ടോം ജെറിയൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എന്തായിരുന്നു, നേരെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് പോയി. അവിടെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കി. അവിടെ പോയപ്പോഴാണ് നമ്മൾ ഒരാൾ കണ്ടത്. ഗ്ലാമി ഗംഗയിലെ ഗംഗ ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ദൂരെ നിൽക്കുകയായിരുന്നു, സംസാരിച്ചൊന്നുമില്ല. എൻ്റെ ഇൻട്രോവേർട്ട് മനസ്സ് എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതിനുശേഷം കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ബാഗ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ട് കുറേ സമയമായിട്ടുണ്ടായിരുന്നു, 6 മണിയൊക്കെ ആയി. അപ്പോഴേക്കും വിശപ്പ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്ച്ചിനോയും ബർഗറും പിന്നെ വൈറ്റ് സോസ് പാസ്ത ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ എന്നൊക്കെ പറയാം. ഷെസ്വാൻ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര സ്പൈസി ആണോ എന്ന് പേടിച്ചിട്ട് ട്രൈ ചെയ്തില്ല. നിങ്ങളങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഒക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്നിട്ട് ബർഗറും ഇതുപോലെ ഈ ഐറ്റംസ് കൊള്ളായിരുന്നു കേട്ടോ. ചിക്കൻ പോപ്കോൺ എന്ന് പറയുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ മിനിസോയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ അറിയാമല്ലോ, കുറേ ക്യൂട്ട് ഐറ്റംസൊക്കെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ ക്യാമറ ഇങ്ങനെ എന്താണ് ഓഫാക്കാൻ ടൈം കിട്ടിയില്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇനി ഭയങ്കര ഈ ക്യൂട്ട് സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല, അത്ര ഭംഗിയാണ്. പിന്നെ ബാർബി ലവേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കോർണർ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഫുൾ പിങ്ക് തീമിൽ ഫുൾ ബാർബി സ്റ്റഫ്സ് മാത്രം വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബോട്ടിൽസും കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മിനിസോ അറിയാമല്ലോ, മിനിസോ പോയപ്പോൾ തന്നെ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്തില്ല ഞാൻ. പിന്നെ ഫുൾ ഇങ്ങനെ വീഡിയോസ് ഓടി നടന്ന് എടുക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓരോ പില്ലോസും കാര്യങ്ങളൊക്കെ ഫുൾ പില്ലോസാണ്, കൂടുതലും പില്ലോസും ഇതുപോലത്തെ ക്യൂട്ട് ടോയ്സൊക്കെ ആയിരുന്നു. പിന്നെ താഴെ ഒരു ചേച്ചി വയലിനൊക്കെ വായിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ. അങ്ങനെ അതിനുശേഷം നേരെ നമ്മൾ ടൈം ആയതോടെ പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കോയിൻസും ക്യാഷ്, ഓരോ സ്ഥലത്തുള്ള ക്യാഷൊക്കെ കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെയോ തപ്പി കളക്ട് ചെയ്യും. ഇപ്പോൾ അത് പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടി അവർ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷനറി മെയിൻ ഐറ്റംസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും വെറൈറ്റി ആയിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ ആ ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കേക്ക്, ലുലു സാധാരണ വെറൈറ്റീസ് ഓഫ് കേക്ക്സൊക്കെ കാണും ഈ ക്രിസ്മസ് ടൈമിൽ. പക്ഷേ ഇപ്രാവശ്യം എന്തോ അങ്ങനെ ഒന്നും തോന്നിയില്ല. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.